ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയം ഹയർ സെക്കൻഡറിയിലാണ്. ഞങ്ങൾ സയൻസുകാരും കൊമേഴ്സുകാരും തമ്മിൽ ഒരു ചെറിയ വഴക്ക്. അപ്പൊ സാധാരണ ഈ സയൻസുകാരെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് ടീച്ചേഴ്സിന്റെ പെറ്റ് അവരായിരിക്കും. ഞങ്ങൾ പഠിത്തത്തിൽ ശകലം പുറകിലാണെങ്കിലും ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഞങ്ങൾ മുന്നിൽ തന്നെയാണ്. അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സും ഉണ്ട്. പക്ഷെ ടീച്ചേഴ്സിന്റെ പെറ്റെന്ന് പറയുന്നത് എപ്പോഴും പഠിക്കുന്ന കുട്ടികളായിരിക്കും. പക്ഷെ ഞാൻ ഈ പറയുന്ന ഈ ഒരു വിഷയത്തില് ഞങ്ങളുടെ ഭാഗത്ത് യാതൊരു മിസ്റ്റേക്കും ഇല്ല. ഇത് അവന്മാരൊപ്പിച്ച പണിയാണ്. പക്ഷെ ഞങ്ങളുടെ രണ്ട് കൂട്ടരെയും, ഞങ്ങളൊരു 5 പേരുണ്ട്, അവരൊരു 4-5 പേരുണ്ട്, അവരെ വിളിച്ച് നിർത്തി ചോദ്യം ചെയ്യാണ്. ഞങ്ങൾ പറയുന്ന കേൾക്കാൻ ആരും തയ്യാറല്ല. ഞങ്ങളാണിത് ചെയ്തതെന്ന് ടീച്ചേഴ്സ് അങ്ങ് വിശ്വസിച്ചിരിക്കുകയാണ്. ഞങ്ങൾ എത്ര കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവർ കേൾക്കുന്നില്ല. ഓക്കെ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീച്ചറുണ്ട്. ടീച്ചറാണെങ്കിൽ ഞങ്ങളെ എല്ലാവരും കൂടെ വഴക്ക് പറയുന്ന ടീച്ചർ ആ ബുക്കിൽ നിന്ന് കണ്ണെടുക്കാതെ ടീച്ചർ ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. ടീച്ചറിന്റെ ആ ഒരു ഇരിപ്പും കൂടെ കണ്ടപ്പോഴത്തേന് ഞങ്ങള് കംപ്ലീറ്റ്ലി ഡൗൺ ആയി. അവന്മാരെ കേൾക്കാൻ ആളുണ്ട്, ഞങ്ങൾ പറയുന്നത് കേൾക്കാനും മനസ്സിലാക്കാനും ഒന്നും ആരുമില്ല. അപ്പോ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ തീരുമാനിച്ചു പണിഷ് ചെയ്യാം. അങ്ങനെ വീട്ടിൽ നിന്ന് അച്ഛനെ വിളിച്ചിട്ട് ഇനി ക്ലാസ്സിൽ കയറിയാൽ മതി. ഓക്കെ, ഉടനെ എന്റെ കൂടെയുള്ള കൂട്ടുകാരൊക്കെ ടീച്ചറെ വീട്ടിൽ പറയില്ല, ടീച്ചറെ അങ്ങനെ, ടീച്ചറെ അതാ, ടീച്ചറെ ഇതാ, ടീച്ചറെ എന്ന് പറഞ്ഞ് ഇത്തവണത്തേക്ക് ക്ഷമിക്കും ടീച്ചറെ എന്ന് പറഞ്ഞ് സോറി പറയാൻ തുടങ്ങി. പക്ഷെ അതുവരെ ഡെസ്പായിട്ട് നിന്ന എനിക്ക് പെട്ടെന്നൊരു ആത്മവിശ്വാസം കിട്ടി, പെട്ടെന്നൊരു ധൈര്യം കിട്ടി. ഞാൻ പറയുന്നത് കേൾക്കാൻ, എന്നെ മനസ്സിലാക്കാൻ എന്റെ അച്ഛൻ വരുന്നുണ്ടെന്നുള്ള ആത്മവിശ്വാസം. ഓക്കെ, ടീച്ചേഴ്സിനോട് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ എന്റെ അച്ഛൻ വരുന്നുണ്ടെന്നുള്ള ധൈര്യം, ആ ധൈര്യം നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയാൽ മതി. ഒരു പേരന്റ് എന്ന നിലയിൽ ആ നിമിഷം ഒന്ന് ജയിച്ചു. പിന്നെ വേറൊന്നും വേണ്ട, അത് മതി. ഞാൻ ചെയ്യാത്ത ഒരു തെറ്റിനും ഇതുവരെ എന്റെ അച്ഛൻ എന്നെ പണിഷ് ചെയ്തിട്ടില്ല.